I am thinking of and I am thinking about. How can you sit? I am thinking of എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ചിന്തിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ്. I am thinking of opening up a store. ഒരു സ്റ്റോർ പുതിയതായി തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. I am thinking of moving to a new city. ഒരു പുതിയ സിറ്റിയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഐ ആം തിങ്കിങ് ഓഫ് ചേഞ്ചിങ് മൈ ജോബ്. എൻ്റെ ജോലി മാറ്റുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഐ ആം തിങ്കിങ് ടു ചേഞ്ചിങ് മൈ ജോബ് എന്ന് പറയുന്നത് തെറ്റാണ്. ഐ ആം തിങ്കിങ് ഓഫ് ചേഞ്ചിങ് മൈ ജോബ് എന്നതാണ് ശരി. കാരണം തിങ്കിങ്ങിന് ശേഷം നമ്മളെപ്പോഴും ഓഫാണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം തിങ്കിങ് ഓഫിന് ബദലായിട്ട് ഉപയോഗിക്കാവുന്ന ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് ഐ ആം തിങ്കിങ് അബൌട്ട്. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെപ്പറ്റി എന്നുള്ള രീതിയിലാണ്. നിങ്ങളെപ്പറ്റി എന്ന് വെച്ചാൽ ഐ ആം തിങ്കിങ് അബൌട്ട് യു, നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ് എന്ന രീതിയിലാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇത് രണ്ടും ഗ്രാമറ്റിക്കലി കറക്റ്റാണ്, പക്ഷെ ചെറിയൊരു അർത്ഥവ്യത്യാസമുണ്ട്. ഐ ആം തിങ്കിങ് ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പുതിയതായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഐ ആം തിങ്കിങ് ഓഫ്. ഐ ആം തിങ്കിങ് അബൌട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുകയാണ് എന്ന രീതിയിലാണ് ഐ ആം തിങ്കിങ് അബൌട്ട് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഗ്രാമർപരമായും ശരിയാണ്, എങ്കിലും ചെറിയ ഒരു അർത്ഥവ്യത്യാസം ഇങ്ങനെയുണ്ട് എന്ന് മാത്രം. ഐ ആം തിങ്കിങ് ഓഫ് ബൈങ് എ ന്യൂ കാർ. ഒരു പുതിയ കാർ വാങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു പുതിയ കാർ വാങ്ങുക എന്നൊരാശയം ഈ അടുത്ത കാലത്താണ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഐ ആം തിങ്കിങ് ഓഫ് ബൈങ് എ ന്യൂ കാർ. എന്നാൽ ഐ ആം തിങ്കിങ് അബൌട്ട് മൈ കാർ എന്ന് വെച്ചാൽ എനിക്ക് നിലവിലൊരു കാറുണ്ട്, ആ കാറിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ കാറിന് പെയിൻ്റ് അടിക്കുന്നതിനെക്കുറിച്ചോ അത് റിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചോ അതിൻ്റെ ഇൻഷുറൻസ് പുതുക്കുന്നതിനെക്കുറിച്ചോ ഒക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഐ ആം തിങ്കിങ് അബൌട്ട് മൈ കാർ. ഇവിടെ അർത്ഥത്തിൽ നേരിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയും. ഐ ആം തിങ്കിങ് അബൌട്ട് ഇൻക്രീസിങ് ദ വർക്ക് ലോഡ്. എൻ്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് നിലവിലൊരു ജോലിയുണ്ട്, ആ ജോലിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്നതിലൂടെ എനിക്ക് കൂടുതൽ വരുമാനം കണ്ടെത്തുക എന്ന മാർഗത്തിലൂടെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഐ ആം തിങ്കിങ് അബൌട്ട് ഇൻക്രീസിങ് ദ വർക്ക് ലോഡ്. ഐ ആം തിങ്കിങ് ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ വെബ്സൈറ്റ്. ഒരു പുതിയ വെബ്സൈറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കിത് പറയാം. ഐ എം തിങ്കിങ് ഓഫ് ലോഞ്ചിങ് എ ന്യൂ വെബ്സൈറ്റ്. ഐ എം തിങ്കിങ് അബൌട്ട് മൈ ലഞ്ച്. എൻ്റെ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് വിശപ്പ് തുടങ്ങി, അതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിച്ചാലോ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുകയാണ്. ഐ എം തിങ്കിങ് അബൌട്ട് മൈ ലഞ്ച്. ഐ എം തിങ്കിങ് ഓഫ് ഫോളോയിങ് എ ന്യൂ ഹെൽത്ത് ഡയറ്റ്. ഒരു പുതിയ ഹെൽത്ത് ഡയറ്റ് ആരംഭിച്ചാലോ അല്ലെങ്കിൽ പുതിയൊരു ഭക്ഷണക്രമം ആരംഭിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ആം തിങ്കിങ് ടു, അതായത് തിങ്കിങ്ങിന് ശേഷം ടു ചേർക്കാൻ പാടില്ല. ഇവിടെ ഐ ആം തിങ്കിങ് ഓഫ് ചേഞ്ചിങ് മൈ ഹൗസ് എന്ന് തന്നെ പറയണം, അതാണ് അതിൻ്റെ ശരി. ഈ ആശയം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. അതായത് ഐ വാണ്ട് ടു ചേഞ്ച് മൈ ഹൗസ്, ഐ നീഡ് ടു ചേഞ്ച് മൈ ഹൗസ്, ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ ഹൗസ്. അതുപോലെ തന്നെ ഐ ആം പ്ലാനിങ് ടു ചേഞ്ച് മൈ ഹൗസ്. ഇവിടെയൊക്കെ ടു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഐ ആം തിങ്കിങ് ടു എന്ന് പറയാൻ പാടില്ല. ഐ ആം തിങ്കിങ് ഓഫ് എന്ന് തന്നെ പറയണം, അതാണ് അതിൻ്റെ ഗ്രാമർപരമായ കറക്റ്റായിട്ടുള്ള ഉപയോഗം. അപ്പോൾ നമുക്ക് പുതിയ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. ഐ ആം തിങ്കിങ് ടു അല്ല, ഐ ആം തിങ്കിങ് ഓഫ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.